ഡിസോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും അവരുടെ ആദ്യത്തെ ഒരു ഹാഫ് ഇൻ ഇയർ TWS ആണ് ഡിസോ ബഡ്സ് പി. 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാനിത് വാങ്ങിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 1599 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഇൻ ഇയർ TWS നോക്കുന്നെങ്കിൽ ഡിസോ ബഡ്സ് പി നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് ഡിസോ ബഡ്സ് പി എന്നും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും റിയൽമി ടെക് ലൈഫിന്റെ ലോഗോയും കാണാം. ഇടതുവശത്തും ഡിസോ റിയൽമി ടെക് ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. വലതുവശത്ത് കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ട് പറഞ്ഞില്ല. ഏറ്റവും പറയിൽ നോക്കുവാണെങ്കിൽ MRP എന്ന് പറയുന്നത് 3499 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1599 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഏപ്രിൽ 2022. കളർ എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് വൈറ്റ്, ബ്ലൂ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും ഏതിനാണെങ്കിലും ഈ ഒരു 1599 രൂപ തന്നെയാണ് റേറ്റ്. അപ്പോൾ ഇനി ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇയർബഡിന്റെ കൂടെ നമുക്കൊരു ടൈപ്പ് സി കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസോ ബഡ്സ് പി. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ കോമ്പാക്റ്റും ആണ്, ലൈറ്റ് വെയിറ്റും ആണ്, ഒരു മാറ്റ് ഫിനിഷ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഡിസോയുടെ ഒരു ലോഗോ മുന്നിലുണ്ട്, അതുപോലെ തന്നെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. ഏറ്റവും അടിയിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസല്ല, 480 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 480 mAh നിന്നും കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത് 40 hours ആണ്. കൂടാതെ 100% ചാർജ് ആകാനായിട്ട് 2 മണിക്കൂറും വേണം. അതുപോലെ തന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 4 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല ലിഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതിൽ ഒരു സംശയമില്ല. നല്ല പ്രീമിയം ക്വാളിറ്റി. ഇപ്പോൾ ലിഡ് നമ്മൾ തുറക്കുമ്പോൾ പോലും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിസോ ഗോപോർട്സ് ഡി ഒക്കെ നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് ഒരു ചീപ്പ് ക്വാളിറ്റി ഫീൽ ചെയ്യുമായിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ട കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്, അതങ്ങോട്ട് പീൽ ഓഫ് ചെയ്യാം. ഈ ഒരു ലിഡിന്റെ ക്വാളിറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് നമ്മുടെ ബോട്ടിൽ കാണാൻ സാധിക്കുന്ന ഇൻസ്റ്റാ വേക്ക് ആൻഡ് പേ ടെക്നോളജി ഉണ്ടെന്നാണ്. അതായത് ലിഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്ന ഡിവൈസിലേക്ക് കണക്ട് ആകുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിവിടെ ഇല്ല. നമ്മൾ ഇയർബഡുകൾ ഊരിയെടുത്താൽ മാത്രമേ ആ ഒരു ഓൾറെഡി പെയർ ചെയ്യുന്ന ഡിവൈസിലേക്ക് കണക്റ്റഡ് ആകത്തുള്ളൂ. പിന്നെ ഊരുമ്പോഴത്തേക്ക് കുറച്ച് ഇയർബഡുകൾ ഗ്ലോസി ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ചെറിയൊരു പാടുണ്ടാവും, പക്ഷേ അതൊരു നേക്കാണ് നമ്മൾ അത് ഊരിയെടുക്കുന്നത്. ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു എർഗോണമിക് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. പിന്നെ പൊതുവെ ഹാഫ് ഇൻ ഇയറിൽ കാണാൻ സാധിക്കുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. പക്ഷേ രസമുണ്ട് കാണാനായിട്ട്, അതിൽ വേറൊരു സംശയമില്ല. ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. കൂടാതെ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ ലഭ്യമാകുക. ജസ്റ്റ് 3.5 grams മാത്രമേ ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫീൽ നമ്മുടെ ചെവിയിലൊക്കെ വെക്കുമ്പോഴും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. 7 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. 1 hour വേണം നമുക്കിത് 100% ചാർജ് ആകാനായിട്ട്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ആണെന്ന് തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. 7 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു 50-60% പാട്ട് കേട്ടാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 7 എന്നൊക്കെ പറയുന്നത് 5-ലേക്കും 6-ലും ഒക്കെ പോകാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അതിനൊന്നും വേറൊരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയിസ് ക്യാൻസലേഷൻ വർക്കൗട്ട് ആകുന്നുണ്ട്. പിന്നെ ഇത് ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ പൊതുവെ ഇതൊക്കെ ആഗ്രഹിക്കുന്നവരെന്ന് പറയുന്നത് നമ്മൾ ഒരു പബ്ലിക്കിൽ പോയിട്ട് നിന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് പബ്ലിക്കുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അതായത് ഇൻ ഇയർ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ക്ലോസ് ആകുന്ന പോലെ അത്രയും അങ്ങോട്ട് ക്ലോസ് ആവത്തില്ല നമ്മൾ ഹാഫ് ഇൻ ഇയർ വെക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 10 മണിക്കൂർ ആണെങ്കിലും നമ്മുടെ ചെവിയിൽ ഇരുന്നാൽ നമ്മൾ അറിയത്തില്ല, നമ്മുടെ ചെവിയിൽ ഇരിക്കുന്ന അത്രയും നല്ല കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡിസോ ബഡ്സ് പി നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ് ഇൻഡോറിനകത്തുള്ളത്. ഞാൻ ആക്ച്വലി നോർമലിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഡിസോ ബഡ്സ് പി നിന്നും എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു മൈക്ക് ക്വാളിറ്റി കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കോളിംഗ് പർപ്പസിന് വാങ്ങിച്ചാൽ ഇത് വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പിനകത്ത് ഈ ഒരു പ്രോഡക്റ്റ് എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു നോക്കാം. റിയൽമി ലിങ്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡിസോ ബഡ്സ് പി ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കണക്റ്റഡ് ആണ്. 100% തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ബാറ്ററി ഉണ്ടെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ സൗണ്ട് എഫക്ട്സ്, ബേസ് ബൂസ്റ്റ് പ്ലസ് ബാലൻസ്ഡ് ബ്രൈറ്റ് എന്നിങ്ങനെ 3 EQ മോഡ്സ് ഉണ്ട്. ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പേര് പോലെ തന്നെ മ്യൂസിക്, ബേസും അതുപോലെ തന്നെ വോക്കലും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. എന്നാൽ ബേസ് ബൂസ്റ്റ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകാം. പക്ഷേ ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബേസ് നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട. എന്നാൽ ബ്രൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ട്
വോക്കൽ ഡോമിനേറ്റഡ് ഉള്ള ഔട്ട്പുട്ട് കിട്ടും. ബേസ് ബൂസ്റ്റ് പ്ലസ് ഇപ്പോൾ ഞാൻ ഹാഫ് ഇൻ ഇയർ എന്ന് പ്രതീക്ഷിക്കേണ്ടത് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇതിൽ തന്നെയാണ് കുറച്ച് ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു ബാലൻസ്ഡിൽ പോലും ഇട്ടാലും നമുക്ക് അത്രയും നല്ല ബേസ് കിട്ടുന്നുണ്ട്. കൂടാതെ വോളിയം എൻഹാൻസർ നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു 20% നമ്മൾ പാട്ട് കേട്ടാൽ പോലും 40% ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ ഒരു ഫീൽ കിട്ടും. എൻഹാൻസ്ഡ് ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട്. അതുപോലെ തന്നെ 88 ms ലോ ലേറ്റൻസി മോഡ് ഇതിനകത്തുണ്ട്. അത് ഓൺ ആക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ആപ്പ് വഴി ഓൺ ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ആൻഡ് ഹോൾഡ് രണ്ടിലും ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഗെയിം മോഡ് ഓൺ ആവുന്നതാണ്. കൂടാതെ അതിൽ പോവുകയാണെങ്കിൽ ഓട്ടോ ആൻസർ ഇവിടെ ഓൺ ആണ്. അതായത് നമ്മുടെ ലിഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇയർബഡ് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി, കോള് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് അറ്റൻഡ് ആകുന്നതാണ്. കൂടാതെ ബട്ടൺ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ളത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലാണ്. അത് നമ്മൾ റൈറ്റിലാണെങ്കിലും ലെഫ്റ്റിലാണെങ്കിലും ചെയ്താൽ അങ്ങനെയാണ് സംഭവിക്കുക. എന്നാൽ നിങ്ങൾക്ക് റൈറ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്കും ലെഫ്റ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്ന രീതിക്ക് വേണമെങ്കിലും നമുക്ക് ആക്കിയിടാൻ കണ്ടോ. ഇതുപോലെ കസ്റ്റം ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഓരോ ഇയർബഡിലും ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒന്നും തന്നെ ഇപ്പോൾ കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതേപോലെ തന്നെ രണ്ടിലും ഒരുമിച്ചിട്ട് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗെയിം മോഡ് 88 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പിനെ കുറിച്ച് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ട് കേട്ടോ. പക്ഷേ വാട്ടർ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വാറന്റി കിട്ടത്തില്ല. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണെങ്കിൽ പോലും നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ആക്ച്വലി നല്ല രീതിക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ലിപ്സിംഗ് ഒന്നും കറക്റ്റ് അല്ല. എന്നാൽ 88 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗെയിം കളിക്കുന്ന സമയത്തും 88 ms ലോ ലേറ്റൻസി ഓൺ ആക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് വരെ ഒരു സംശയമില്ല. അത് ഇതെന്നുള്ളതല്ല, ഡിസോയുടെ ഏതൊരു പ്രോഡക്റ്റിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. 88 ms ലോ ലേറ്റൻസി ആണെങ്കിലും 110 ms ലോ ലേറ്റൻസി ആണെങ്കിലും. ഇനി നമ്മുടെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഹാഫ് ഇൻ ഇയർ TWS ഞാൻ അൺബോക്സ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ് ഡിസോ ബഡ്സ് പി നിന്ന് കിട്ടുന്നത്. 1590 ഇത് വർത്ത് തന്നെയാണ്. കാരണം എയർഡോപ്സ് 131 ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്സ് പ്രോ, ബഡ്സ് മിനി, അതുപോലെ തന്നെ VS202 ഇതിലൊന്നും തന്നെ കിട്ടാത്ത ആ ഒരു മ്യൂസിക് ക്വാളിറ്റി നമുക്ക് ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് എൻഹാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്ക് എൻജോയ് ചെയ്ത് കേൾക്കാൻ സാധിക്കും. കൂടാതെ വോക്കൽ ഡോമിനേറ്റഡ് ആണ് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തത് ആ ഒരു പാട്ട് നല്ല രീതിക്ക് കേൾക്കുമ്പോഴത്തേക്ക്. എന്നാൽ നിങ്ങൾ ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഹാഫ് ഇൻ ഇയറിലേക്ക് പോകില്ല. എന്നാൽ പോലും നിങ്ങൾ ഹാഫ് ഇൻ ഇയർ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാർക്ക് ഈ ടിപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അലർജി വരുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ബേസ് ഡോമിനേറ്റഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡിസോ ബഡ്സ് പിയിലേക്ക് പോകാം. SBC കോഡൊക്കെ മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് അങ്ങനെ അനുഭവിക്കുന്നില്ല. പിന്നെ ഈ ഒരു ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലാവാത്തത്. ഇൻ ഇയർ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെവിയുടെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഡിസ്ട്രാക്ഷൻ ചെറുതായിട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് തന്നെ. എന്നാൽ ഇവിടെ ഈ ഒരു ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. ഒരു 70-80% നമുക്ക് നല്ല പെർഫെക്റ്റ് ഒരു മ്യൂസിക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, ഞാൻ കേട്ട് നോക്കിയപ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ 100% നമ്മൾ ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി അതല്ല ഒരു മിഡിൽ ആണെങ്കിൽ പോലും, അതായത് ഒരു 50% പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് മ്യൂസിക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും 1599 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ, നിങ്ങളൊരു ഹാഫ് ഇൻ ഇയർ TWS നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഡിസോ ബഡ്സ് പി. ഈ ഒരു റേഞ്ചിൽ 2000 രൂപയ്ക്കുള്ളിൽ എന്തായാലും ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് വേറൊരു ഹാഫ് ഇൻ ഇയർ TWS ഇല്ല. എന്നാൽ ഓപ്പോ എൻകോ എയർ 2 ഉണ്ടല്ലോ, ഓഫർ സമയത്ത് ഇത് കിട്ടാറുണ്ട്. പക്ഷേ അതിൽ കുറച്ചുകൂടി മൈ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കണം. അതിന്റെ മ്യൂസിക് ക്വാളിറ്റിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിൽ 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ഒന്ന് തന്നെയാണ് ഈ ഡിസോ ബഡ്സ് പി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വാങ്ങിച്ചവർക്ക് ഉറപ്പായിട്ടും ഇതൊരു ലോട്ടറി തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഡിസോ ബഡ്സ് പിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.